Hi friends, it's me Adrian Kumar. Welcome back to my channel F4Tech. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ കേരളത്തിന് ആൾക്കാർ ഇതുവരെ കാണാത്ത ഒരു ട്രാഫിക് സിസ്റ്റമാണ് നമ്മളെ ടീം KBR ഇറക്കിയ സ്പീഡ് ട്രാഫിക് സിസ്റ്റം. അപ്പൊ ഈ ഒരു ട്രാഫിക് സിസ്റ്റമിന്റെ ഫീച്ചേഴ്സും അതുപോലെ ഈ ഒരു ട്രാഫിക് സിസ്റ്റം എങ്ങനെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതുകൂടി ഈ ഒരു വീഡിയോന്റെ ഇടയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ എല്ലാവർക്കും മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. കാരണം നമ്മൾ ഇതുവരെ ട്രാഫിക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത പോലെ അല്ല ഈ ഒരു ട്രാഫിക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ നമ്മളെ വീഡിയോയിൽ കിടക്കാം. അതിനുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അതുപോലെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ട്രാഫിക് സിസ്റ്റം ഫീച്ചേഴ്സ് നോക്കാം. അതായത് ഈ ഒരു വണ്ടികളുടെ സൗണ്ട്, നമ്മളെ പുതിയ എഞ്ചിൻ സൗണ്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ പുതിയ എഞ്ചിൻ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ സ്റ്റിയറിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചേഞ്ച് ആയിട്ടുണ്ട്. അതേപോലെ ഡീന്റെ കളർ മാറിയിട്ടുണ്ട്, അതേപോലെ ആറിന്റെ കളറും മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവാം. ഇപ്പോൾ ഈ ക്ലിപ്പ് എന്ന് പറയുന്നത് ഞാൻ സ്പീഡാക്കിയ ക്ലിപ്പാണ്. ഇനി ഞാൻ ഒറിജിനൽ ക്ലിപ്പ് കാണിക്കുമ്പോൾ നിങ്ങൾ സ്പീഡാക്കിയെന്ന് വിചാരിക്കല്. ഇനി ഒരു ക്ലിപ്പ് ഞാൻ സ്പീഡാക്കി, അതായത് നേരത്തെ അത് കുറച്ച് ലെങ്ത് ഉണ്ട്, അത് കുറച്ച് സ്പീഡാക്കി, അതായത് വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് ഞാൻ സ്പീഡാക്കിയത്. ഇതെന്ന് പറയുന്നത് ഒറിജിനൽ ഷോട്ടാണ്. നമുക്ക് ഇതൊരു സ്പീഡ് ട്രാഫിക് സിസ്റ്റമാണ്. അതുകൊണ്ട് ഓപ്പോസിറ്റ് വരുന്ന വണ്ടീൻ്റെ സ്പീഡ് എത്രയുണ്ട് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ ഒരു വണ്ടീനെ പുറകെ ഒന്ന് പോയി നോക്കാം. ഇതിപ്പോൾ നമ്മൾ ചവിട്ടി പിടിക്കാൻ ഈ ഒരു വണ്ടി നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ സാധിക്കുകയോ ഇല്ല എന്ന് നോക്കാം. നമ്മളിപ്പോൾ 85 ആവാറായി സ്പീഡ്, എന്നിട്ട് ആ ഒരു വണ്ടി നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഇത് 90 ആയി, ഇനി 100 ആവാനായി. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടീൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഈ ഒരു റൂട്ടിൽ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി അപ്പോൾ ഒരു ക്ലിയർ നൈസ് റോഡാണെങ്കിൽ, ഒരു സ്ട്രൈറ്റ് റോഡാണെങ്കിൽ എങ്ങനെ ആയിരിക്കും ഈ ഒരു വണ്ടി പോകുന്നത്? ഇപ്പോൾ ട്രാഫിക് വന്നുകൊണ്ടും പാളിപ്പോയി. നമുക്ക് വേറൊരു വണ്ടിയുമായിട്ടൊന്ന് നോക്കാം. ഈ ഒരു ട്രാഫിക് സിസ്റ്റം ഞാൻ സ്കിപ്പ് ചെയ്ത് കളയാണ്. നമുക്ക് ഈ ഒരു വണ്ടിയുമായിട്ടൊന്ന് പോയി നോക്കാം. ഈ ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പോയി നോക്കാം. നമ്മളൊന്ന് ചവിട്ടി വിട്ട് നോക്കാം. ഫ്രണ്ടിൽ ആ വണ്ടി വന്നേ കണ്ടു. അത്യാവശ്യം നല്ലോണം സ്പീഡ് കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് വണ്ടിന് 100ന് മുകളിൽ വരെ സ്പീഡ് കൊടുത്തിട്ടുണ്ട്. കാരണം നിനക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ട്രാഫിക് സിസ്റ്റമിൻ്റെ സ്പീഡ് എത്രത്തോളം ഉണ്ടാവുമെന്നും. കണ്ടോ, നമ്മൾ ഓവർടേക്ക് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് കറക്റ്റ് വണ്ടി വരുന്നത്. അതായത് നമ്മൾ റിയൽ ലൈഫിൽ റോഡിൽ പോകുമ്പോൾ റിയൽ ലൈഫായിട്ട് എങ്ങനെയാണ് വണ്ടി പോകുന്നത് ആ ഒരു ഫീൽ നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതായത് ഓവർടേക്ക് ആകുമ്പോൾ ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി വരുന്നതും അതുപോലെ ആ ഒരു വണ്ടീൻ്റെ സ്പീഡ് എല്ലാം കൂടുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു റിയൽ ലൈഫിൽ നമ്മൾ വണ്ടിയുമായിട്ട് പോകുന്ന ആ ഒരു ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ട്രാഫിക് വന്നുകൊണ്ട് സംഭവം ഇതായി. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള സംഭവം കാണിച്ചത് ഇതാണ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. നമ്മളെ KBR ഇതിന് മുന്നേ ഇറക്കിയ ട്രാഫിക് സിസ്റ്റം തന്നെയാണ്. കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഓക്കെ, ആ ഒരു ട്രാഫിക് സിസ്റ്റം തന്നെയാണ്. പക്ഷേ ഇതിൽ സ്പീഡ് ട്രാഫിക് എന്ന ഒരു പുതിയൊരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേ നിങ്ങൾക്ക് ഇവിടെ വണ്ടികളുടെ സ്പീഡ് നിങ്ങൾക്ക് നിന്ന് കാണിച്ചു തരാം. വണ്ടിയുമായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഇവിടെ ഇപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് വേറൊരു വണ്ടി വരുമ്പോൾ അതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു വണ്ടി പോകുന്നുണ്ടോ? ഇത് സ്പീഡുണ്ടോ? എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ബൈക്കാണ് കൂടുതൽ. ബൈക്ക് കണ്ടു, ഒരു രക്ഷയില്ലാത്ത സ്പീഡാണ് ബൈക്ക് ഒക്കെ പോകുന്നത്. ഇപ്പോൾ കണ്ടു എൻ്റെ മോനെ. വണ്ടികളിൽ കൊടുത്തിരിക്കുന്ന ഹോർൺ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അടിപൊളി 3 കിടുക്കാച്ചി ഹോർണുകളാണ് ഈ ഒരു ട്രാഫിക് സിസ്റ്റമിൽ നമ്മൾക്ക് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ 1S ഉണ്ട്, ജയ്ഗുരു, കൊമ്പൻ, KSRTC, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ കേരളത്തിൽ ഓടുന്ന മൊത്തം വണ്ടി ഈ ഒരു ട്രാഫിക് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തുക. അതായത് ഇതിന് മുന്നേ വന്ന ട്രാഫിക് സിസ്റ്റം തന്നെയാണ്. പക്ഷേ സ്പീഡ് ട്രാഫിക്, അതായത് വെഹിക്കിൾ സ്പീഡൊക്കെ കുറച്ച് കൂട്ടിയിട്ടുണ്ട്.
നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ഇഷ്ടമാണ് ഇത്. അതായത് നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഒരു റോഡിൽ വണ്ടിയുമായിട്ട് പോകുന്നത്, അത് ആ ഒരു ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം നമ്മൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ എല്ലാ വണ്ടിനെ ഓവർടേക്ക് ചെയ്ത് പോയിക്കൊണ്ടേ നമ്മളെ പണ്ടത്തെ ട്രാഫിക് ഇഷ്ടം, അതായത് ബസ് മാലിയോന്റെ ട്രാഫിക് ഇഷ്ടം വെച്ച് കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകുന്ന ആ ഒരു ഫീൽ ഈ ഒരു ട്രാഫിക് സിസ്റ്റം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ഈ ഒരു ട്രാഫിക് സിസ്റ്റം എങ്ങനെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതുകൂടി നോക്കാം. ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ആപ്പ് എന്ന സംഭവമാണ്. അതായത് നിങ്ങൾ പുതിയൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. BUSSID പ്ലസ് എന്ന് പറയുന്നതാണ് ഈ ഒരു ആപ്പിന്റെ പേര്. ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് ഫയൽ, ഡൗൺലോഡ് BUSSID പ്ലസ് APK. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് APK ഡൗൺലോഡ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ KBRന്റെ ചാനലിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കി ഒരു ലിങ്ക് ഉണ്ടാവും. നിങ്ങൾ ആദ്യം APK ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നേരെ നമ്മളെ ഷെയർ മോഡ്സിലേക്ക് പോകുന്നത്. ഷെയർ മോഡ്സിൽ ഡൗൺലോഡ് ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. അതായത് കൺഫേം ഡൗൺലോഡ് ഒന്ന് കൊടുക്കുക, എന്നിട്ട് ബാക്ക് സ്വിച്ച് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ പരസ്യം വന്ന് നിങ്ങളുടെ പേജ് എവിടേക്കെങ്കിലും പോയത്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുക, ബാക്ക് അടിക്കുക. അതാണ് ഷെയർ മോഡ്സിൽ ഡൗൺലോഡ് ചെയ്യേണ്ട രീതി. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രീ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക, ബാക്ക് സ്വിച്ച് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് തേർഡ് സ്റ്റെപ്പ് വെയിറ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചില ഫോണിൽ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്യും, ചില ഫോണിലാണെങ്കിൽ നിങ്ങൾക്കൊരു ഇത് വരും. ഇപ്പോൾ എൻ്റെ ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഇങ്ങനെ വരും. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്താൽ മുകളിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു APK ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാനാണ്. ഫസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം KBRന്റെ വീഡിയോയിലേക്ക് തന്നെ വരുമ്പോൾ OBB ലിങ്ക് എന്ന സംഭവം ഉണ്ടാവും, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതായത് ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡൗൺലോഡ് ഫയൽ എന്ന സംഭവം ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഫയൽ, ഓക്കെ, സെക്കൻഡ് കാണുന്നതാണ് ഡൗൺലോഡ് ഫയൽ. അത് ഡൗൺലോഡ് നൗ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ മോഡ്സിലേക്ക് തന്നെയാണ് വരുന്നത്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് കൺഫേം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക, ബാക്ക് സ്വിച്ച് ക്ലിക്ക് ചെയ്യാം. അതേപോലെ സെക്കൻഡ് എന്ന് പറയുന്നത് ഫ്രീ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക, ബാക്ക് സ്വിച്ച് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തു, ബാക്ക് സ്വിച്ച് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ഷെയർ മോഡ്സിൽ ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ള രീതി. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി എത്തും, പരസ്യം കൊണ്ട് എവിടെയെങ്കിലും എത്തിക്കും നിങ്ങൾ. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്താൽ ഓക്കെ കൊടുക്കണം വരുന്നതാണ്. ചില ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആകും, ചില ഫോണിൽ ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ പ്ലസ് സ്പീഡ് ട്രാഫിക് APK സിപ്പ് എന്ന് കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഫയൽ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്റർണൽ സ്റ്റോറേജോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുക. ഫസ്റ്റ് ഇത് എക്സ്ട്രാക്ട് ചെയ്യേണ്ടതാണ്. ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ആൻഡ്രോയിഡിൽ കൊണ്ടുവന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ BUSSID പ്ലസ് APK എന്ന് കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബസ്സിൻ്റെ APK കാണാൻ സാധിക്കും, BUSSID പ്ലസ് എന്ന സംഭവം. അത് ക്ലിക്ക് ചെയ്ത് ആ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ സ്ലോ മോഷനായിട്ട് കാണിക്കുന്നതാണ്. നിങ്ങൾ ഇനി ഫോൺ ഈ ഒരു APK ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ലാഗ് ആവുന്നതെന്ന് വിചാരിക്കേണ്ട. ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ച് ഫാസ്റ്റായി ഞാൻ ക്ലിക്ക് ചെയ്തത്. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അത് ഫാസ്റ്റായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിച്ചു ഞാൻ കുറച്ച് സ്ലോമോ ആക്കിയിട്ടാണ് ഇത് ഇപ്പോൾ വീഡിയോ ക്ലിപ്പ് കാണിക്കുന്നത് നിങ്ങൾക്ക്. ഓക്കെ, ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ, ഈ ഒരു ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാളിങ് ആയിക്കോണ്ട്. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങൾ ആപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. BUSSID പ്ലസ് എന്ന സംഭവം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തും പെർമിഷൻസ് ചോദിക്കും, സ്റ്റോറേജ് പെർമിഷൻ ചോദിക്കും, അതൊന്ന് കൊടുക്കുക. ഓക്കെ, ആ ആപ്പിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് സ്പീഡ് ട്രാഫിക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇനിയും കുറച്ച് സംഭവമുണ്ട്. എല്ലോ കൊടുക്കുക. ഇവിടെ എല്ലോ ഒന്ന് കൊടുക്കണം. എല്ലോ കൊടുത്തില്ലെങ്കിൽ സംഭവം വർക്ക് ആവത്തില്ല. എല്ലോ കൊടുക്കുമ്പോൾ നമ്മളെ ഗെയിം BUSSID ഗെയിം ഓൺ ആവുന്ന പോലെ തന്നെ ആയിരിക്കും ഇവിടെ ഇപ്പോൾ പോകുന്നത്. ഇനി ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾ ഫയലിലേക്ക് തന്നെ വരിക. ഫയൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത OBB ഉണ്ടാവും. BUSSID ട്രാഫിക് എന്ന് പറയുന്ന OBB, APK അല്ല, നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത OBB. സെക്കൻഡ് വണ്ണാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അത് BUSSID പ്ലസ് ട്രാഫിക് മോഡ് എന്ന് പറയുന്ന സംഭവം ക്ലിക്ക് ചെയ്ത് OBB ആണ്. എക്സ്ട്രാക്ട് ഫയൽ എന്ന് ക്ലിക്ക് ചെയ്യുക. എവിടെയെങ്കിലും ഫസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. അത് ഇന്റർണൽ സ്റ്റോറേജിൽ തന്നെ എക്സ്ട്രാക്ട് ചെയ്താൽ നല്ലതാണ്. ആൻഡ്രോയിഡിൽ കൊണ്ട് ഇത് എക്സ്ട്രാക്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, എക്സ്ട്രാക്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ താഴെ എക്സ്ട്രാക്ട് എന്ന ബട്ടൺ ഉണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ചില ഫോണിൽ ZRCR എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ഒരു എക്സ്ട്രാക്ട് ചെയ്യാൻ. എൻ്റെ ഫോണിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം എക്സ്ട്രാക്ട് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് പെട്ടെന്ന് എക്സ്ട്രാക്ട് ആവുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് കാണിക്കുന്നത്, എനിക്ക് പറയാൻ കുറച്ച് ടൈം കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ സ്ലോ ആയിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് OBB എന്ന സംഭവം ഇതിന് BUSSID OBB എന്ന് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക.
APK നിങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. ഇത് ഇപ്പോൾ നിങ്ങൾ OBB ക്ലിക്ക് ചെയ്ത് വീണ്ടും അതിനുള്ളിലുള്ള ഫോൾഡർ അതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ട്രാഫിക്സും ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവും OBB. അതുകൊണ്ട് വന്നിട്ട് മൂവ് ചെയ്ത് ഇൻറ്റർണൽ സ്റ്റോറേജ്. ഇത് നിങ്ങൾ ഗെയിം എവിടെയാണ് കിടക്കുന്നത് അതിൽ ആൻഡ്രോയിഡ് ക്ലിക്ക് ചെയ്ത് OBB ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു സംഭവം ഉണ്ടാവും. com.malio.bussid KBR എന്നൊരു സംഭവം ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളെ ബസ് സിമുലേറ്ററിൻ്റെ സംഭവമാണ് KBR അതിൽ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇത്ര നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സംഭവം ഇൻസ്റ്റാൾ ആയി. ഇനി നിങ്ങൾ ഗെയിം തുറന്ന് നിങ്ങൾ മുഴുവനായിട്ട് ക്ലീൻ ചെയ്ത് ഗെയിം തുറന്ന് നിങ്ങൾ കളിച്ചാൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്ത ആൾക്കാരെ ഒന്നും കൂടി ബാക്ക് അടിച്ച് ഒന്ന് നോക്കൂ. അതായത് ക്ലിയർ ആയിട്ട് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു ട്രാഫിക് സിസ്റ്റം നിങ്ങളുടെ ഫോണിൽ വർക്ക് ആകും. അത് നമ്മൾ പുതിയൊരു APK ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് സംഭവിച്ചത്. നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ട്രാഫിക് മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയിലല്ല ഈ ഒരു ട്രാഫിക് മോഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ട്രാഫിക് മോഡ് കളിച്ച ഒരു ഇത് വെച്ച് പറയുകയാണ് ഒരു അടിപൊളി ഒരു രക്ഷയില്ലാത്ത ഫീൽ തരുന്ന ഒരു ട്രാഫിക് സിസ്റ്റമാണ്. അതായത് നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണ് പോകുന്നത് അതായത് റിയൽ ലൈഫിൽ നമ്മൾ വണ്ടിയുമായിട്ട് റോഡിൽ പോകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു വണ്ടി ഓട്ടയ്ക്കുന്ന സീൻ നമ്മളെ കണ്ടിരുന്നു. അതായത് ബസ് ഓട്ടയ്ക്കും റേസ് വെക്കുന്ന സംഭവം അതൊക്കെ നമുക്ക് ഈ ഒരു ഗെയിമുമായിട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി 100ന്റെ മുകളിൽ സ്പീഡാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നത് നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ആ ഒരു ഫീൽ നമുക്ക് ഗെയിമിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് അടിച്ചേക്കാം. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനെ കാണുന്ന ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്. അതുപോലെ തൊട്ടാറ് കാണാൻ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോസ് വീണ്ടും കാണാതെ ടേക്ക് കെയർ ആൻഡ് ബൈ.